കരുണം, വീരം, രൗദ്രം, ഹാസ്യം ഇവയ്ക്ക് പുറമെ ഞാൻ തന്നെ ഗവേഷണത്തിൽ കണ്ടെത്തിയ 4 രസങ്ങൾ വേറെയും. അപൂർവങ്ങളിൽ അപൂർവമായി കാണുന്ന കാഴ്ചയാണ്. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കുറേ നാളായി അല്ലേ ചാനൽ കണ്ടിട്ട്? കുറേ നാളായി ഗായ്സ്. ഒരു വ്ളോഗ് എടുത്തിട്ട് കുറേ നാളായി. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇവിടെ വന്നിട്ട്, നാട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ടൊന്ന് മടിയൊക്കെ പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. ഇപ്പോൾ മണി 12 മണിയായി. കുറച്ച് സമയം എണീറ്റിട്ട് നമ്മൾ 11:30 ആകുമ്പോൾ നമ്മൾ എണീറ്റു. അപ്പോൾ സൺഡേ സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് നമുക്കില്ല, അധികം ഉണ്ടാവാറില്ല. നമ്മൾ നേരിട്ട് ലഞ്ചിലേക്കാണ് പോകാറുള്ളത്. അപ്പോൾ എല്ലാ ആഴ്ചയും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കും, ബിരിയാണിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കും. പക്ഷേ ഇന്ന് ഉണ്ടാക്കുന്നത് ഫുൾ വെജാണ്. ഇന്നലെ ജിത്തോടൻ പറഞ്ഞു നമുക്കിന്ന് സാമ്പാറും ചോറൊക്കെ ഉണ്ടാക്കിയാലോ, ഒരു സദ്യ പോലെ, ഒരു മിനി സദ്യ പോലെ ഉണ്ടാക്കിയാലോ എന്ന് ചോദിച്ചു. ഓൾറെഡി കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. ജിത്തോടൻ ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം ഞാൻ ഓൾറെഡി ചോറൊക്കെ വിസിൽ കേട്ടു. ഓക്കെ, നമുക്ക് കിച്ചണിലേക്ക് പോവാം. ഓക്കെ, നമുക്കെങ്ങനെ കിച്ചണിലോട്ട് പോയി കഴിഞ്ഞാൽ ആരെയാണ് കാണാൻ സാധിക്കുന്നത്? അയ്യോ, ചോറ് അപൂർവങ്ങളിൽ അപൂർവമായി കാണുന്ന കാഴ്ചയാണ്. ചിത്താട്ടൻ ഇങ്ങനെ നിന്ന് അരിയുന്നത് അപൂർവങ്ങളിൽ അപൂർവമാണ്. കിച്ചണിൽ കയറുന്നതല്ല, അതുകൊണ്ടാണ് ഇതൊരു വീഡിയോ എടുത്ത് വെച്ചത്. ഞാൻ ബീൻസ് മുറിച്ചുകൊണ്ടിരിക്കുകയാണ് വറവുണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്താ അപ്പുറത്ത് സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ മുറിക്കാനുണ്ട്, കൂട്ടുകറി ഉണ്ടാക്കാനുണ്ട് അല്ലേ? ബീൻസ് നേരത്തെ അതിനെപ്പുറത്ത് മുറിച്ചാൽ പോലെ, ഇത് വേറെ തപ്പിട്ടേക്ക്. ഇത് നീളത്തിൽ നോക്കണ്ടേ? ബീൻസ് വറവിനല്ലോ. സാമ്പാറിൻ്റെ കഷ്ണങ്ങളായി. ഇത് വഴുതന, ഉള്ളി, തക്കാളി. കത്തിയല്ല, മറ്റേ സാധനം എടുത്തോന്ന് നോക്കാം. അങ്ങനെ എൻ്റെ ജിത്തോട്ടിൻ്റെ ഒരു ഫൈറ്റിന് ശേഷം ഫുഡൊക്കെ റെഡിയായി. എന്തൊക്കെയാണ് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ കൂട്ടുകറി ഉണ്ട്, പിന്നെ വെള്ളരിക്ക പച്ചടി ഉണ്ടാക്കി, പിന്നെ ബീൻസ് തോരൻ ഉണ്ടാക്കി, പിന്നെ സാമ്പാർ, പപ്പടം, ചോറ്, ഇതൊക്കെയാണ് ഉണ്ടാക്കിയത്. അപ്പം ജിത്തോട്ടിൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഉണ്ടായിരുന്നു. അപ്പം നമ്മളങ്ങനെ ആസ്വദിച്ച് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ ഗായ്സ്. അപ്പം അങ്ങനെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് എണീച്ചിരിക്കുകയാണ്. ഉച്ചക്ക് ചോറും കഴിച്ചിട്ട് അങ്ങനെ തന്നെ ഉറങ്ങി ആസ് യൂഷ്വൽ. സൺഡേ ആകുമ്പോൾ ഇങ്ങനെ തന്നെയാണ് സംഭവിക്കാറ്. ഉറങ്ങി എണീക്കാനും ലേറ്റാവും, പിന്നെ ചോറ് കഴിച്ചിട്ട് വീണ്ടും ഉറങ്ങും, അങ്ങനെയാണ്. ഇപ്പോൾ വൈകുന്നേരമായി, ഒരു 5:30 കഴിഞ്ഞു. അപ്പം ചായ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു.
അപ്പോൾ ഇന്നൊരു സാധനം ഉണ്ടാക്കുന്നുണ്ട്. അല്ലെങ്കിൽ ചായ മാത്രം ഉണ്ടാക്കാറുള്ളത്, ഇന്ന് എന്തെങ്കിലുമൊക്കെ കാണിക്കണ്ടേ നിങ്ങൾക്ക്. അതുകൊണ്ട് ഞാൻ കിഴങ്ങില്ലേ, കിഴങ്ങുണ്ടായി, മധുരക്കിഴങ്ങ്. അപ്പോൾ പിന്നെ അത് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ആൾറെഡി കിഴങ്ങ് ഇവിടുത്തെ ഒരു ചുവന്നൊരു ക്യാരറ്റ് പോലെയാണ് കിഴങ്ങ്, ചുവന്ന കളറിൻ്റെ കിഴങ്ങാണിത്. അത് ഓൾറെഡി ഞാൻ ഇതൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ നമ്മൾ. ഇതന്നെ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുക. എണ്ണ ചൂടായോ നോക്കാം. ഇപ്പോൾ കുറേ ആയി ഇങ്ങനെ എണ്ണപ്പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാറില്ല. ഓരോരോ തോന്നലാണല്ലോ. പിന്നെ പഴംപൊരി കഴിക്കാനാണെന്ന് ഒരു തോന്നൽ, പക്ഷെ പഴം ഉണ്ടാകുന്നില്ല. കിഴങ്ങുണ്ടായി, കിഴങ്ങ് പൊരിയാക്കാൻ വിചാരിച്ചു. എന്താ ഇങ്ങനെ കിഴങ്ങ് പൊരിയിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാൻ മറന്നുപോയി. അതുകൊണ്ട് ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. എന്തോ ഒരു കുറവ് പോലെ ഉണ്ടായി. അങ്ങനെ ലാസ്റ്റ് സെറ്റ് കൂടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്ത് ചായ കുടിക്കാത്ത ഞാനാണ് ഇവിടെ വന്നതിന് ശേഷം പല ശീലങ്ങളും മാറി. സത്യം പറഞ്ഞാൽ ചായ ഇടക്ക് ഇപ്പോൾ കുടിക്കാറുണ്ട്. അതിൽ സാധനം കൂടി ഇട്ടാണ് ഇത്. എന്താ ഏലക്കായ, ഈ സാധനം ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അങ്ങനെ ചായ അധികം കുടിക്കാറില്ല. ചായ മെയിനായിട്ട് കുടിക്കുന്നത് ഞായറാഴ്ച വൈകിട്ടാണ്. ഏലക്കായ ചായ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ജസ്റ്റ് ഇളക്കി കൊടുക്കാം. ഉരുളക്കിഴങ്ങോ? എന്ത് ഉരുളക്കിഴങ്ങ്? ഏത് ഉരുളക്കിഴങ്ങോ? ഇങ്ങനെ ആക്കുമ്പോൾ ആ കിഴങ്ങ് ടേസ്റ്റ്. ചായ, കിഴങ്ങ് പൊടി. അങ്ങനെ ചായ കുടിച്ച് കഴിഞ്ഞു, വിളക്കൊക്കെ വെച്ചു. പിന്നെ ഇങ്ങനെ ഇരുത്താന്ന്. എവിടേക്കും പോകുന്നില്ലല്ലോ. ഒന്നാമത് ചൂടായതുകൊണ്ട് തന്നെ രാത്രി തന്നെ എവിടേക്കും അങ്ങനെ ഇറങ്ങാറൊന്നുമില്ല. അങ്ങനെ ജിത്തോട്ടൻ ഒരു സൈഡ് അങ്ങനെ ഫോണും നോക്കിക്കൊണ്ടിരിക്കും, ഞാൻ വേറൊരു സൈഡ് ഇങ്ങനെ ഇരിക്കും. ഇതാണ് എപ്പോഴും സംഭവിക്കാറ്. അഹങ്കാരം, കരുണം, വീരം, രൗദ്രം, ഹാസ്യം, ഭയാനകം, ബീഭത്സം, അത്ഭുതം, ശാന്തം. ഇവയ്ക്ക് പുറമെ ഞാൻ തന്നെ ഗവേഷണത്തിൽ കണ്ടെത്തിയ 4 രസങ്ങൾ വേറെയുമുണ്ട്.
അങ്ങനെ ജിത്തുവാടിൻ്റെ നവരസങ്ങൾക്കൊക്കെ ശേഷം നമ്മളങ്ങനെ രാത്രിത്തെ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് ചപ്പാത്തിയാണ് ഞാൻ ഉണ്ടാക്കിയത്. ഇത് ഞാൻ ഉണ്ടാക്കിയ ചപ്പാത്തിയല്ല, ഇത് പാക്കറ്റ് വാങ്ങിക്കാൻ കിട്ടുമല്ലോ, ചൂടാക്കിയാൽ മാത്രം മതിയല്ലോ, അതാണ്. ഞാൻ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഇങ്ങനെ ചപ്പാത്തി പൊടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ ചുട്ടോണം ഉണ്ടായി. ഇപ്പം അത് കഴിഞ്ഞു, ഇനി വാങ്ങിക്കണം. അതുകൊണ്ട് പാക്കറ്റ് ചപ്പാത്തി ആണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഉച്ചക്കത്തെ കൂട്ടുകറിയും സാമ്പാറൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കൂട്ടിയിട്ടാണ് ചപ്പാത്തി കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നീട് ഞാൻ മറക്കാതെ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് രാത്രിയും രാവിലെയും സ്കിൻ കെയർ എന്ന് പറയുന്നത്. അതിൽ നല്ല മാറ്റം എനിക്ക് സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ മുമ്പൊന്നും ഇങ്ങനെ സ്കിൻ കെയറൊന്നും ചെയ്യലുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് എൻ്റെ നല്ല പിമ്പിൾസ് വരുന്ന സ്കിന്നാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നോക്കിയാൽ മാത്രമേ അതിങ്ങനെ കൺട്രോൾ ചെയ്ത് പോകാൻ വേണ്ടി പറ്റുള്ളൂ. ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടായത് സിറാണ്. അത് ഡെർംഡോക്കിൻ്റെ 10% നിയാസിനമൈഡ് സിറാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ജെൽ ബേസ്ഡ് ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ് കേട്ടോ ഇത് ഗുഡ് വൈബ്സിൻ്റെ ആണ്, ഒരു നീം തുളസിയൊക്കെ വന്നത്. പിന്നെ അതിന് ശേഷം 2% കോജിക് ആസിഡിൻ്റെ ഒരു നൈറ്റ് ക്രീമാണ് കേട്ടോ ഇതും ഡെർംഡോക്കിൻ്റെ തന്നെയാണ്. ഇതും എനിക്ക് നല്ല എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. പിമ്പിൾ മാർക്സും അതൊക്കെ മുഖം ഒന്നൊരു ബ്രൈറ്റൻ ആകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഇത് യൂസ് ചെയ്തിട്ട്. അതിനുശേഷം ഞാൻ യൂസ് ചെയ്യുന്നത് ലിപ് ബാമാണ്. എൻ്റെ ലിപ്പ് കുറച്ചൊരു പിഗ്മെൻറ്റഡ് ആവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ അങ്ങനെ ലിപ് ബാം യൂസ് ചെയ്യുന്നത് പിഗ്മെൻറ്റഡ് ആണ്. എൻ്റെ ഓൾറെഡി കുറച്ച് ഇപ്പം ഒരു ചുണ്ട് കടിക്കുന്ന ഒരു ശീലം വന്നിട്ടുണ്ട്, അതുകൊണ്ട് എൻ്റെ പിഗ്മെൻറ്റേഷൻ കുറച്ചുകൂടി കൂടിയിട്ടുണ്ട്. അതിന് ശേഷം ഒരു ലോഷനാണ് യൂസ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് എൻ്റെ നൈറ്റ് സ്കിൻ കെയർ. എൻ്റെ നൈറ്റ് സ്കിൻ കെയർ അങ്ങനെ അവസാനിച്ചിരിക്കുന്നു. സ്കിൻ കെയർ എന്ന് പറയാൻ വേണ്ടിയിട്ടൊന്നുമില്ല, സിറം, മോയ്സ്ചറൈസർ അതൊക്കെ ഞാൻ നൈറ്റ് എപ്പോഴും ഇടാറുണ്ട്. കാരണം എനിക്ക് നല്ല വ്യത്യാസമുണ്ട് ഗൈസ്. ഞാൻ ഈ മേക്കപ്പ് ഐറ്റംസ് അങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല. ഈ എന്താ പറയുക കൺസീലർ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല. ഞാൻ സ്കിൻ കെയർ ഞാൻ നോക്കാറുണ്ട്. ഇപ്പോൾ എനിക്ക് കുറച്ച് വ്യത്യാസം തോന്നാറുണ്ട്. അതിന് മാത്രമേ എനിക്കൊരു ഇൻട്രസ്റ്റ് ഉള്ളൂ. മേക്കപ്പ് ഇടുന്ന ലിപ്സ്റ്റിക്ക് ഇടും, പിന്നെ എന്താ പറയുക മോയ്സ്ചർ അങ്ങനത്തെ ഒക്കെ ഇടുന്നല്ലാതെ മേക്കപ്പ് ഐറ്റംസ് ഞാൻ അങ്ങനെ ഇടാറില്ല. അപ്പം സ്കിൻ കെയർ ചെയ്യുന്നതുകൊണ്ട് എൻ്റെ മുഖത്ത് നല്ല ഇത് കാണുന്നുണ്ട്, റിസൾട്ട് ഉണ്ട്. കാരണം എൻ്റെ നല്ല പിമ്പിൾ വന്നിട്ട് നല്ല എന്താ പറയുക അതിൻ്റെ മാർക്കും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പം ഈ സിറം കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് നല്ലൊരു വ്യത്യാസമായിട്ട് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. പിന്നെ കാര്യം നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ മനസ്സിലായോ എന്നറിയില്ല, എൻ്റെ ഹെയർ ആ സ്ട്രെയിറ്റിൽ നിന്നും വീണ്ടും എൻ്റെ പഴയ ഹെയറിലേക്ക് തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഫ്രണ്ടിലൊക്കെയാണ് കേട്ടോ കുറച്ചൊരു കേളിനെസ് വരാൻ തുടങ്ങി. ബാക്കിലൊന്നും അത്ര കേളിനെസ് വരാൻ ആയിട്ടില്ല. അത്യാവശ്യം കണ്ടില്ലേ കുറച്ചൊരു സ്ട്രെയിറ്റ് പോലെ തന്നെയാണ് ഉള്ളത്, നല്ല മാനേജബിളാണ്. ഫ്രണ്ടിലാണ് കുറച്ച് കേളിനെസ് ഒക്കെ വരാൻ തുടങ്ങിയത്. എന്നാലൊരു 8 മാസമായി. ഞാൻ ജനുവരിയിലാണ് ചെയ്തത്. അങ്ങനെ നോക്കുമ്പോൾ ഇത് 8ാമത്തെ മാസമാണ്. നല്ല രീതിയിൽ തന്നെ നിന്നു, എനിക്കിഷ്ടമായി. ഓക്കെ, ഇനി ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്നു. വീണ്ടും നോക്കാം നമുക്ക്. പിന്നെന്താ, ത്രെഡ് ചെയ്തിട്ട് 3 മാസമായി. നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം ഞാൻ ത്രെഡ് ചെയ്തിട്ടേ ഇല്ല. ഒന്നാമത് മടിയാണ് പോയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓഫീസ് വിട്ട് നേരെ വീട്ടിലായി. വീട്ടിൽ നിന്ന് പിന്നെ രാവിലെ പോകാനായി. ത്രെഡ് ചെയ്യാൻ പോകാനൊന്നും സമയം കിട്ടായിക്കില്ല, പക്ഷെ മടിയാണ്, പോകാനൊരു മടി. അങ്ങനെ ത്രെഡ് ചെയ്യാതെ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഫേസൊക്കെ മാറി. ത്രെഡ് ചെയ്യാതിരിക്കുമ്പോൾ ഗേൾസിന് അറിയാൻ പറ്റും, ഫേസ് മാറും ത്രെഡ് ചെയ്യാതെ കുറേ നാൾ ഇരുന്ന് കഴിഞ്ഞാൽ. അപ്പം ഇതൊക്കെ ചെയ്യണം. ഞാൻ പിന്നെ വ്ളോഗ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്ന സമയത്ത് ഞാൻ എന്താ പറയുക ത്രെഡും കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാറുണ്ട്. ഇപ്പോൾ വ്ളോഗും കുറേ ആയി എടുത്തിട്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ ത്രെഡ് കാര്യങ്ങളൊന്നും ചെയ്യാത്തത്. ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് 24 മണിക്കൂറും വീട്ടിൽ തന്നെ നല്ലൊരു വ്ളോഗാണ്. നമുക്കങ്ങനെ ക്യാപ്ഷൻ ഇട്ടാലോ, 24 hours ഇൻ ഹൗസ് ചാലഞ്ച് നമുക്ക് പറഞ്ഞിട്ട് ഇടാല്ലേ. ഓക്കെ ഗായ്സ്, ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.
ഇടയ്ക്കിടയ്ക്ക് ഞാനിതുപോലത്തെ ഓരോരോ വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ഇനി മടിയൊക്കെ മാറ്റി നിർത്തി ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. നോക്കാം നമുക്ക്. ഓക്കെ, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഇരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ടിൽ ദെൻ ബൈ ബൈ. ചിത്തോട്ടിനപ്പുറത്ത് ഫോണും കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്, എന്ത് ചെയ്യാൻ. ഓക്കെ, ബൈ.